രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ചില രാജ്യങ്ങൾ വാപൊളിക്കുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ആ രാജ്യങ്ങൾ അപ്രകാരം വാപൊളിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയട്ടെ. ലോകത്തെയും ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രജൻ ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ. ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിനുകൾ അവതരിപ്പിച്ച ആദ്യ രാജ്യം ജർമ്മനിയാണ്. ഫ്രാൻസ്, ഇറ്റലി, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പിന്നാലെയുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ സർവീസ് നടത്തുന്ന മിക്ക ഹൈഡ്രജൻ ട്രെയിനുകളിലും 2-3 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. ഹ്രസ്വ പ്രാദേശിക റൂട്ടുകളിലാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഭാരതത്തിന്റെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. 2600 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രജൻ ട്രെയിനാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. 8 യാത്രാ കോച്ചുകളും 2 ഡ്രൈവിംഗ് പവർ കാറുകളും അടങ്ങുന്ന ഈ ട്രെയിനിന് 2400 കിലോവാട്ട് ശേഷിയുണ്ട്. 89 കിലോമീറ്റർ ദൂരത്തിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സർവീസ് നടത്തും. പരമാവധി 110 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും വിധമാണ് ട്രെയിനിന്റെ രൂപകൽപ്പന. വേഗതയ്ക്കൊപ്പം സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഹൈഡ്രജൻ ചോർച്ച, ചൂട്, തീ, പുക എന്നിവ കണ്ടെത്താൻ കഴിവുള്ള മൾട്ടി ലെയർ സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കിയ ശേഷം മെയ് 22-നാണ് റെയിൽവേ മന്ത്രാലയം സർവീസ് നടത്താനുള്ള അനുമതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിയാനയിലെ ജിൻദിനും സോനിപത്തിനും ഇടയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. ട്രെയിൻ യാത്രാനുഭവം തന്നെ മാറ്റിയെഴുതിയ വന്ദേ ഭാരതിനെ കുറിച്ച് നമുക്കറിയാം, അമൃത് ഭാരതിനെ കുറിച്ച് അറിയാം. അതിനെല്ലാം ശേഷം ഒരു പടി കൂടി കടന്നാണ് ഹൈഡ്രജൻ യുഗത്തിലേക്ക് റെയിൽവേ പ്രവേശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശവും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വവും ഭാരത റെയിൽവേയിൽ സമഗ്ര പരിഷ്കരണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൽക്കരി, നീരാവി എന്നിവയിൽ നിന്ന് ശുദ്ധവും കൂടുതൽ സുസ്ഥിരവുമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള റെയിൽവേയുടെ വിശാലമായ യാത്രയുടെ പുതിയ അധ്യായത്തിനാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. ഹരിത സാങ്കേതിക വിദ്യയിൽ റെയിൽവേയുടെ വലിയ മുന്നേറ്റമാണിത്. സാധാരണ ഇലക്ട്രിക് ട്രെയിനുകളിൽ മുകളിൽ നിന്നുള്ള ലൈനുകളിൽ നിന്നാണ് വൈദ്യുതി എത്തിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ട്രെയിനിൽ സംഭരിച്ചിരിക്കുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും സംയോജിപ്പിച്ച് ട്രെയിനിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനാൽ യാത്രാവേളയിൽ ദോഷകരമായ കാർബൺ ബഹിർഗമനം ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് ട്രെയിനിനുള്ളിൽ വെച്ച് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ശുദ്ധമായ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പരിസ്ഥിതി സൗഹൃദമായ ട്രെയിനുകളിൽ ഒന്നായി ഇത് മാറും. പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേ ജിൻഡിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. 3000 കിലോഗ്രാം സംഭരണ ശേഷിയുള്ള ഈ കേന്ദ്രത്തിൽ ഇന്ധന സംഭരണം, കംപ്രഷൻ, വിതരണം, ഫില്ലിംഗ്, നിറയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഒരേ കുടക്കീഴിൽ നടക്കും. ചോർച്ച, അമിത ചൂട്, പുക, തീപിടുത്തം എന്നിവ തടയാൻ അത്യാധുനിക വാട്ടർ സ്പ്രേ സംവിധാനങ്ങളും ഫയർ അലാറങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ച് രൂപകൽപ്പന ചെയ്ത ഈ കേന്ദ്രത്തിന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ സുരക്ഷാ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി ലോകത്തിലെ മുൻനിര പരിശോധനാ ഏജൻസിയായ ജർമ്മനിയിലെ TUV സൂഡ് ഇവിടെ വിപുലമായ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ വൈദ്യുതീകരണത്തിലൂടെ ഡീസൽ ഇന്ധന ഉപയോഗം റെയിൽവേ ഗണ്യമായി കുറച്ചു. ഇന്ന് 99% ബ്രോഡ് ഗേജ് റൂട്ടുകളും വൈദ്യുതീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഹൈഡ്രജൻ യുഗത്തിലേക്ക്. ജിൻ സോനിപത്ത് റൂട്ടിന് പിന്നാലെ കൽക്ക, ഷിംല റൂട്ട് ഉൾപ്പെടെയുള്ള പൈതൃക റെയിൽവേകളിൽ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ വിന്യസിക്കുന്നതിനും റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. 20 സംസ്ഥാനങ്ങളിലായി 75 അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 1570 കോടി ചിലവിലാണ് ഈ സ്റ്റേഷനുകളുടെ നവീകരണം. കേരളത്തിലെ തലശ്ശേരി, തിരൂർ, നിലമ്പൂർ, പരപ്പനങ്ങാടി, ചാലക്കുടി, അങ്കമാലി എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.